ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഓണസദ്യ കഴിച്ചാലോ എന്നാവാ. അപ്പോൾ നമ്മളിന്ന് ഓണസദ്യ കഴിക്കാൻ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മളുടെ അംഗനവാടിയിലോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ വീടിനടുത്താണ് അംഗനവാടി ഉള്ളത്. അങ്ങനെ അവിടുന്ന് ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഞാനും ഉമ്മയും ആയിഷും കൂടി പോവുകയാണ്. ഇതാണ് കേട്ടോ നമ്മളുടെ അംഗനവാടി. അങ്ങനെ അവിടെ പോയപ്പോൾ കണ്ടത് അവിടെ മ്യൂസിക്കൽ ചെയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മ്യൂസിക്കൽ ചെയറും ലെമൺ റൈസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കുട്ടികൾക്കാണ് കേട്ടോ സദ്യ വിളമ്പിയത്. അങ്ങനെ ഈ സദ്യൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഈ സദ്യക്കുള്ള ഓരോ വിഭവങ്ങളും ഓരോ വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എരിശ്ശേരിയാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എരിശ്ശേരി മീൻസ് മത്തനും അതേപോലെ മമ്പയറും വെച്ചിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ കുട്ടികൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇലയിലോട്ട് ഓരോ വിഭവങ്ങൾ വീതം ഇങ്ങനെ ഇടുന്നുണ്ട്. ഈ സദ്യ എന്ന് പറഞ്ഞ ഒരു സംഭവമാണല്ലേ, കുറച്ച് ചോറും കുറേ കൂട്ടാനും ഒക്കെ ആയിട്ട്. ഇതൊരു കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മളുടെ വയറ് വേഗം ഫില്ലാവില്ലേ? നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ പപ്പടവും പഴവും പായസവും കഴിച്ച് നോക്കിയാലോ? നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഈ ഒരു സംഭവം കഴിച്ചാലേ നമ്മളുടെ സദ്യ ഒന്ന് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മളുടെ സദ്യ ഫൈനലി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓണസദ്യ ഉഷാറാക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് മടങ്ങാണ് കേട്ടോ. ഈ വ്ലോഗ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അതേപോലെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.